ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ അതിലേക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 360 ക്യാമറയാണ് നമ്മളതിലേക്ക് ചെയ്യുന്നത്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ 360 ക്യാമറ. അപ്പോൾ 4 ക്യാമറ നമുക്ക് വരും. സൈഡ് മിററിൽ ഓരോ ക്യാമറ, ഫ്രണ്ടിലൊരു ക്യാമറ, ബാക്കിലൊരു ക്യാമറ. അങ്ങനെ 4 ക്യാമറയാണ് നമുക്ക് ഇതിലേക്ക് 360 എന്ന് പറയുമ്പോൾ അതിലേക്ക് ആവശ്യം വരുന്നത്. അപ്പൊ ഫ്രണ്ടിലത്തെ ക്യാമറയിലേക്കുള്ള അതിന്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വയറിങ്ങും കാര്യങ്ങളും വലിക്കുകയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പൊ ഫ്രണ്ടിലെ 2 മിററും ഊരി ആ മിററിലേക്ക് നമ്മൾ ക്യാമറ ആഡ് ചെയ്ത് കഴിഞ്ഞു. ആ മാത്രമല്ല, മിറർ നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ സ്പീക്കർ നമ്മൾ മാറുന്നുണ്ട്. ഇപ്പൊ ഇതിൽ വരുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ ട്യൂട്ടർ ഇല്ലാത്തൊരു സ്പീക്കറാണ് ഇതിൽ വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ശരിക്കും ട്യൂട്ടർ അടക്കം വരുന്ന ഒരു സ്പീക്കറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. ആ സ്പീക്കർ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ബാക്കിൽ ക്യാമറ വരുന്നത് നമുക്ക് ഡിക്കിമേണ് വരുന്നത്, ബമ്പറിലല്ല. കണ്ട, കറക്റ്റ് അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. 360 ക്യാമറ അങ്ങനത്തെയാണ് നമുക്ക് അതിലേക്ക് വരുന്നത്. അത് ശരിക്കും നമ്മൾ സ്ക്രൂ ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും അത് വലിച്ചെടുക്കാനോ പിടിക്കാനോ പറ്റില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിറ്റിങ്സ് തന്നെയാണ്. അതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വീണ്ടും ഞാൻ പറയണത്, ഇത് മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടിട്ടുള്ള ഒരു ഫിറ്റിങ്സ് ആണ്. വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് ഇതിലേക്ക് വരുന്നില്ല. നമുക്ക് ആ സ്റ്റീരിയോ ഒന്ന് പരിചയപ്പെടാം. സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മളെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ 4 ക്യാമറയും വരുന്നത് HD ക്യാമറയാണ് വരുന്നത്. ഈ 720 ക്യാമറയും നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിലേക്ക് നമുക്ക് HD ക്യാമറ 1080ന്റെ ക്യാമറ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 720 ക്യാമറയിലേക്ക് ആഡ് ആവില്ല. അപ്പോൾ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ സെറ്റ്, അതിന്റെ പാനലിൽ ഇപ്പൊ ഗ്രാൻഡ് വിറ്റാരയിൽ ഫിറ്റ് ചെയ്യാനുള്ള പാനലിൽ, അത് ഗ്ലോസി പാനലിൽ നമ്മളിത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റീരിയോ ഫിറ്റിംഗ്സിനായാലും അതേപോലെ തന്നെ ക്യാമറ ഫിറ്റിംഗ്സിനായാലും വയർ കട്ടിങ് ഒന്നും നമുക്ക് അതിലേക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ സ്പീക്കർ നമ്മൾ ഒരു ഊരിയുണ്ട്. ഫ്രണ്ട് ഡോറിലെ സ്പീക്കർ, ഇതാണ് കമ്പനി വരുന്ന സ്പീക്കർ. ഇതിൽ ട്യൂട്ടർ ഇല്ല. ഈ സ്പീക്കറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വരുന്ന ചെറിയൊരു സ്പീക്കറാണ്. ഇതിന് ട്യൂട്ടർ വരുന്നില്ല. അപ്പൊ ട്യൂട്ടർ ഇല്ലാത്തൊരു മോഡൽ സ്പീക്കറാണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ 6 ഇഞ്ചിന്റെ ബോസ്ട്രിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്പീക്കറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. അത് സ്പീക്കർ വിത്ത് ട്യൂട്ടറും കൂടി വരുന്നതാണ്. നമ്മൾ ഇതിലേക്ക് സോണിയുടെ അല്ലെങ്കിൽ പയനീറിന്റെ സ്പീക്കർ ആഡ് ചെയ്യാത്തതിന്റെ കാരണം നമ്മൾ വെക്കുന്ന സ്റ്റീരിയോ, ഇപ്പൊ നമ്മൾ ഇതിൽ വെക്കുന്ന സ്റ്റീരിയോ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ ആണ്. അപ്പൊ ആ സ്റ്റീരിയോയുടെ പവറിനനുസരിച്ചുള്ള സ്പീക്കർ ഇതിന് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ പയനീറിന്റെയോ അല്ലെങ്കിൽ JBLന്റെയോ അല്ലെങ്കിൽ സോണി അങ്ങനെ വാട്ട്സ് കൂടുതലും വർക്കിംഗ് കൂടുതലുള്ള സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കാര്യമായിട്ടുള്ള വർക്കിംഗ് കിട്ടില്ല. ആ ആംബിന് മാച്ച് ആയിട്ടുള്ള സ്പീക്കറാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്യാമറകൾ ഫിറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാതെ, ഫ്രണ്ടിലെ ക്യാമറ വരുന്നത് ഇതാണ്. ഫ്രണ്ടിലെ ക്യാമറയുടെ കറക്റ്റ് സെന്ററിൽ തന്നെ നമുക്ക് ആ ക്യാമറയിലേക്ക് ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് മിററിലും ഒരു ക്യാമറ, അതിന്റെ ഫിറ്റിങ്സും കഴിഞ്ഞു. അപ്പൊ കാലിബ്രേഷനും കഴിഞ്ഞു. കാലിബ്രേഷൻ കഴിയുമ്പോഴാണ് നമ്മൾ ക്യാമറ കറക്റ്റ് ആയിട്ട് മുകളിലേക്ക് കയറ്റി അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ അതേ ബാക്കിലത്തെ ക്യാമറയുടെ ഫിറ്റിങ്സും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ മിററിന് വെച്ചുള്ള ക്യാമറ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു ഡോർ ഗാർഡ് നമ്മൾ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഐപോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡോർ ഗാർഡും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ 4 ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീരിയോ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്ന് വർക്ക് ചെയ്ത് കാണാം. ഈ ഗ്രില്ല് ലൈറ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഫ്രണ്ടില് 4 ഗ്രില്ല് ലൈറ്റ് വരുന്നത്. അപ്പൊ ഈ ജസ്റ്റ് നമ്മുടെ റെക്കോർഡിംഗ് അല്ല, നമ്മുടെ 360യുടെ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമെന്ന് മാത്രം. നമ്മളൊരു 10-20 വണ്ടിയുടെ 360 ഫിറ്റ് ചെയ്തതിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അത് ചെറുവണ്ടി ആയാലും ഇപ്പൊ വാഗണറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ടിയാഗോ, ടൊയോട്ടയുടെ, നമ്മുടെ ഇന്നോവ, ഹൈക്രോസിലൊക്കെ ഫിറ്റ് ചെയ്തതിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ, ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാണ്. ഇതിപ്പോ ബാക്ക് ക്യാമറയാണ്, ഇത് ഫ്രണ്ട് ക്യാമറ. അതേപോലെ തന്നെ ഇത് ബാക്ക് ഒന്നുകൂടി കാണിച്ചു. ഇതിപ്പോ സൈഡ്, അതേപോലെ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്, എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
വണ്ടി ഓടുമ്പോഴായാലും കൃത്യമായിട്ട് എല്ലാ ക്യാമറ ഒന്നിച്ച് ബാഡ് വ്യൂ പോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ഇത് ബാഡ് വ്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ വണ്ടിയിലേക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് വർക്ക് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ക്യാമറ 360, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് ലൈറ്റ്, പിന്നെ നമ്മൾ ഫ്രണ്ടിലെ 2 ഡോർ സ്പീക്കർ നമ്മൾ മാറ്റി ട്യൂട്ടറുള്ള സ്പീക്കർ നമ്മളിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇതിന്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് ഇതിൽ വരുന്നില്ല. ഒരു വയർ പോലും നമുക്ക് കട്ടിങ് വരുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.